അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നേരെ ഞങ്ങൾ ഡാമിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ ഇറങ്ങിയത്. ആ ഡാമിൻ്റെ ഭാഗത്ത് നോക്കി കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണാനായിട്ട് പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ യാത്ര കോർഫക്കാനിലേക്കാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്നും ഈ കോർഫക്കാൻ യാത്രയേ ഉള്ളൂ എന്ന്. വേറെ ഒന്നുമല്ല, കോർഫക്കാനിൽ അത്രയധികം സ്ഥലങ്ങളുണ്ട് കാണുവാനായിട്ട്. അതൊന്നും പെട്ടെന്ന് കണ്ടു തീർക്കാൻ കഴിയുന്നതുമല്ല. കോർഫക്കാൻ എന്ന് പറയുന്നത് ഷാർജയുടെ ഒരറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് അതെല്ലാം. ഷാർജയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വേറെ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളാണെല്ലാം. നേരെ പോയ വഴി കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു മലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരം പോലത്തെ വീട്. ഇന്ന് നമ്മുടെ യാത്ര അൽ റഫീസ ഡാമിലേക്കാണ് കേട്ടോ. ചെന്നപ്പോൾ അധികം ആളില്ലെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നീടാണ് മനസ്സിലായത് വണ്ടി പാർക്ക് ചെയ്യാൻ കൂടിയുള്ള ഗ്യാപ്പില്ലെന്ന്. അത്രയും അധികം ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെയും നമുക്ക് പാർക്കിംഗ് അടയ്ക്കണം. എനിക്ക് തോന്നുന്നു ഫുജേറയിൽ മാത്രമേ ഉള്ളൂ പാർക്കിംഗ് ചാർജ് ഇല്ലാത്തത്. ഇവിടെ നമുക്ക് 1 മണിക്കൂറിലേക്ക് 2 ദിർഹംസാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ 2 മണിക്കൂറത്തേക്കുള്ള പാർക്കിംഗ് ആണ് അടച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നോക്കുമ്പോൾ ദേ കണ്ടില്ല, ഇങ്ങനെയുള്ള മലനിരകളാണ് കാണുന്നത്. പച്ചപ്പൊന്നുമില്ലാത്ത മലനിരകൾ. പക്ഷേ ഇപ്പോൾ കുറേ മലനിരകളിലൊക്കെ ഇവിടെ പച്ചപ്പായി വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഡാമിൽ ഒരുപാട് ആൾക്കാർ 4 പേർക്കും അതുപോലെ തന്നെ 2 പേർക്കും പോകാൻ പറ്റുന്ന തരത്തിലുള്ള കയാക്കിങ്ങും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്ന ചെടികളും അതുപോലെ തന്നെ അരയന്നങ്ങളും പക്ഷിമൃഗാദികളും പിന്നെ മീനിന് തീറ്റ കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് പോകുന്നവർക്ക് നല്ല സൗകര്യത്തിലുള്ള ഒരു പാർക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിക്കാനും അവർ വഴക്കുണ്ടാക്കാതിരിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ എന്നുള്ളതാണ് മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യം. പാർക്കും നമുക്ക് യൂസ് ചെയ്യാം, അതിനും നമ്മൾ ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. ഇവിടെ ആകെ ചാർജ് വരുന്നത് കയാക്കിങ്ങിനാണ് കേട്ടോ. അതെന്തായാലും എവിടെ പോയാലും ചാർജ് കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അവിടെ എല്ലാം ഓടി നടന്ന് കാണുന്നുണ്ടായിരുന്നു. കുറേയധികം പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. പൂച്ചയെന്ന് പറയുന്നത് എനിക്ക് ഭ്രാന്താണ്. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും പൂച്ചക്കുഞ്ഞുങ്ങളുടെ ബഹളമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുകയായിരുന്നെങ്കിൽ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുമായിരുന്നു. എങ്കിലും 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. സൈഡിലായിട്ടൊക്കെ ഒരുപാട് മഞ്ഞ നിറത്തിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ജോലിയുടെ സ്ട്രെസ്സിനിടയിലും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റുമോ? ശരിക്കും പക്ഷേ ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടെ മേളിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സീനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 6 മണിക്ക് ശേഷം കയാക്കിങ് ഒരു സൈഡിലോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ ആണെങ്കിൽ കുറേ മാനുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മുടെ കൂട്ടത്തിൽ വന്നവർ പറഞ്ഞത്. ഞാൻ കയാക്കിങ്ങിന് പോയില്ല, കാരണം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കയാക്കിങ്ങിന് ഞാൻ മുതിർന്നില്ല. അതുകൊണ്ട് ഞാനും ചേട്ടനും മറ്റുള്ളവർ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ട് സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. ഇതുപോലുള്ള നിമിഷങ്ങളിലാണ് കേട്ടോ കൂടുതലും നമുക്ക് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ടൈം കിട്ടുന്നത്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിപ്പം ഫുഡൊക്കെ കഴിക്കണമെന്നാണെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട, ഇങ്ങനെയുള്ള പ്ലേസിൽ പോകുമ്പോൾ എന്തായാലും കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റു സ്ഥലത്തുനിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ റേറ്റിനെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞങ്ങളുടെ കൂടെ വന്നവർ കയാക്കിങ്ങിന് പോയ സമയത്ത് ഞാനും ചേട്ടനും ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു പാർക്കിലായിരുന്നു കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു എല്ലാം കേട്ടോ. ഞാനവിടെ കുട്ടികളോടൊപ്പം കളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും സ്പീഡിൽ പിള്ളേർ കറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങിയിട്ട് പാടില്ലായിരുന്നു. ഞാനവിടെ കിടന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരാണെങ്കിൽ നിർത്തുന്നുമില്ലായിരുന്നു. തല കറങ്ങി ലാസ്റ്റ് ഏതായാലും അവിടെ പിടിച്ച് ഞാൻ കുറച്ച് സമയം നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ നടന്ന് താഴേക്കാണ് ഇറങ്ങിയത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ് കേട്ടോ. താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മീനിനെ ഫീഡ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഷൂ ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അതാണ് എനിക്ക് ആകെ ഉണ്ടായൊരു വിഷമം. ഞാൻ ചേട്ടനോട് ആവുന്ന പറഞ്ഞു ഞാൻ ഷൂ ഒന്ന് ഊരിയിട്ട് ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന്. പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. കാരണം നമ്മൾ വണ്ടിക്കകത്തെല്ലാം വീണ്ടും വെള്ളവും അഴുക്കും ഒക്കെ ആവും. അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ഇനി അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും ഞാൻ സാധാ ചെരുപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്കിവിടെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാമല്ലോ. നമ്മൾ വെള്ളത്തിൽ കാലിട്ടിരിക്കുകയാണെങ്കിൽ മീനൊക്കെ നമ്മുടെ കാലിൽ വന്നിട്ട് മസാജൊക്കെ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരണം. ഇവിടെ അങ്ങനെ ഫുഡിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല.
ഇരുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും, അത്രയധികം മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ മീനിനെ ഫീഡ് ചെയ്യാൻ പറ്റും. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞതല്ലായിരുന്നു, ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നേനെ. ഈ മീനിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് മുഷീന്നും കാര്യമെന്നൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണ് പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്തായാലും മീനിന് തീറ്റയൊക്കെ കൊടുക്കുന്ന കണ്ട് കുറച്ച് സമയം കൂടെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. കാരണം കയാക്കിങ്ങിന് പോയവർ തിരിച്ച് ഫുഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അവിടെയുള്ള മീനുകളെല്ലാം കൂടെ ഓടി അവിടത്തേക്ക് വന്നു കേട്ടോ. കൂട്ടത്തിൽ വലിയ ഗോൾഡ് ഫിഷും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെയൊക്കെ പിടിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന 2-3 പൂച്ചക്കുട്ടന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ പൂച്ചക്കുട്ടന്മാർക്ക് ഇവരെ പിടിക്കാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല. പിന്നെ ആകെ കിട്ടുന്ന ബന്നുമൊക്കെ തിന്നുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നു. മീൻ അനങ്ങുന്നത് നോക്കി പൂച്ചക്കുട്ടന്മാരും ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ മേളിലേക്ക് ഈ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഏരിയയിലേക്ക് പോയി കേട്ടോ. നല്ല അടിപൊളി റേറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല ഗൈസ്. കാരണം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും അവിടെ നിന്നൊന്നും വാങ്ങിക്കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ. ഇത് കൂടാതെ വേറെ കുറേ റൈഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. എന്തായാലും ചൂടൊക്കെ മാറി നല്ല അടിപൊളി തണുപ്പ് കാലാവസ്ഥയാണ് ഇപ്പം. അപ്പോൾ വൈകിട്ട് ഒരു ചായ കുടിക്കുന്ന സമയത്തൊക്കെ നേരെ വിട്ടു ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കോർഫക്കാൻ അൽ റഫീസ ഡാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.